ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മസാലക്കറിയാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിതാ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയും 2 പച്ചമുളകും ഒരു വലിയൊരു തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഈ 2 എണ്ണം വീതം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ഒരു കഷ്ണം പട്ടയും കൂടെ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. ചതച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും ഇതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പിന്നെ ഏലക്കയും പട്ടൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോഴേക്കും ഉള്ളിയും തക്കാളി ഒക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും. അതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ അതിൻ്റെ ഈ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു മസാലക്കറിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.